അങ്ങനെ MGU3 ഹോങ്കോങ് യാത്രയുടെ അവസാനത്തെ ദിനത്തിൽ മക്കാവു എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോയത്. മക്കാവുവിലേക്ക് റോഡ് മാർഗം പോകാം, പക്ഷേ ഞങ്ങൾ ഫെറിയിലാണ് പോയത്. മക്കാവു പണ്ട് ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. ഇവിടെ ഇപ്പോൾ കാസിനോ അഥവാ ചൂതാട്ട കേന്ദ്രങ്ങളാണ്. സമ്പന്നർ പണം ധൂർത്തടിക്കുന്ന കേന്ദ്രമാണിതെന്ന് പറയാം. പെട്ടിക്കണക്കിന് കറൻസി കൊണ്ടുവന്ന് ചാക്കിൽ കൊണ്ടുപോകുന്ന സ്ഥലം. ചിലർക്ക് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. കാസിനോയുടെ ഉള്ളിൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ അനുവാദമില്ല. ഗോവയിൽ 1-2 സ്ഥലത്തിലാണ് ഇതുള്ളൂ. വരുമാനം സർക്കാരിലേക്കും പോകുന്നുണ്ട്. 21 വയസ്സ് വേണം ഇതിൽ കയറാൻ. ഇവിടെ അടുത്തുള്ള ഹോട്ടലുകളിൽ, ഒരു പഴയ ഹോട്ടലിൽ പോലും ഒരു ദിവസം 15,000 രൂപ ഡെയിലി ചെലവുണ്ട്. കേരളത്തിലെ പോലെ അഥവാ കേരളത്തിലേക്കാൾ അധികം സ്വർണ്ണക്കടകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഫെറിയിൽ നിന്നിറങ്ങി ബസ്സിൽ കയറി. Namaste. So welcome to Macau, and I'm your tour guide today. You can call me Albert. So now we will head to the first location where we will have our sightseeing, the Lotus Square. First of all, we will head to the Lotus Square, and then we will go for lunch. And then there will be the ruins of St. Paul's and the Macau Tower, and then we will bring you back to the hotel tonight. Right? So now we are leaving the Taipa Ferry Terminal for the Macau Peninsula. So it is where most of the cultural heritage sites are located. And also you can see on our right hand side there is the LRT station. This LRT system links the Taipa Ferry Terminal to the airport, which is just on our left. And then there are also Cotai, where the integrated resorts are, Venetian, Galaxy, and so on. And then there is also Kolowan, Taipa to the other side, and to the peninsula and Ama Temple. So today is a public holiday, so you can see. You should be able to see some people because it is a day of memorial in memory of our ancestors. So we are tomb sweeping. You can take a bus from Hong Kong through Hong Kong Zhuhai Macau Bridge on our right front. And to our left, you can see the Macau Science Center, designed by Mr. Yue Mingpei, one of the contemporary Chinese architecture masters. And also you can see the Sands Macau in the front, and the Fisherman's Wharf. Lighthouse, the Kia Lighthouse. Yeah, the castle was built upon a castle which was built in 1624. So the castle was, the fortress is more than 400 years old, and the lighthouse is around 160. ഞങ്ങൾ അങ്ങനെ ലോട്ടസ് സ്ക്വയറിൽ എത്തിച്ചേർന്നു. സ്വർണം പൊതിഞ്ഞ ഒരു ലോട്ടസ് അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ പ്രത്യേക അട്രാക്ഷൻ. സ്വർണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണത്. സ്വർണം കൊണ്ട് പൊതിഞ്ഞ ടൈൽ വരെ ഞങ്ങൾ കണ്ടു. അതായത് യുകെയിലാണ്. Yes. Created a community in Macau. We call them the Macanese. A Portuguese father, and in most cases a Chinese mother. So they brought children, and these children were the Macanese. They are the indigenous art. Yeah, you can see indigenous here. Yeah.
Portuguese and Chinese. Portuguese father, Chinese mother. Club together, Macau. The Macanese, yeah. പള്ളികൾ പോർച്ചുഗീസ് മോഡലിൽ പണിതതായിരുന്നു. അവിടെ സെൻറ്റ് പോൾസ് ചർച്ചിൻ്റെ റൂയിൻസ് അവശിഷ്ടങ്ങൾ, തീപിടുത്തത്തിൽ നശിച്ച സെൻറ്റ് പോൾസ് ചർച്ചിൻ്റെ അവശിഷ്ടങ്ങൾ ഒരു മ്യൂസിയം പോലെ ഓരോ ഭാഗങ്ങളും ചില്ലിട്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അടിയിലെ പാറക്കഷ്ണങ്ങൾ, തിരുസ്വരൂപങ്ങൾ എന്നിവയും വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് ടൂറിസ്റ്റുകൾക്കായി അവർ സൂക്ഷിച്ചു വച്ചിരുന്നത്. പള്ളിയിലെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനടുത്ത് തന്നെ ഒരു മ്യൂസിയവും ഉണ്ടായിരുന്നു. സെൻറ്റ് പോൾ ചർച്ചും മ്യൂസിയവും കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് സ്കൈ ജമ്പ് നടക്കുന്ന ടവറിലേക്കാണ്. താഴത്തേക്ക് നോക്ക്. പതുക്കെ കയറിലേക്ക് ഇറക്കിട്ടേ ഉള്ളായിരിക്കും അല്ലേ? ഒറ്റയടിക്ക് ചാടും. അപ്പോൾ തറയൊന്നും ഇടിച്ചെന്ത് കയറുമ കെട്ടിയിട്ടുണ്ട്. സ്കൈ ജമ്പ് നടത്താൻ ഒരുങ്ങുന്ന ഒരു ചൈനീസ് യുവതിയെ നമുക്കിവിടെ കാണാം. അതിനുശേഷം ഒരുവിധം കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തതിന് ശേഷം ഈ 151 നില പൊക്കമുള്ള ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു കയറിൽ കെട്ടി തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പറേഷന് ശേഷം എല്ലാം ഓക്കെ ആണെന്ന് കാണുമ്പോൾ നമുക്ക് കാണാം, തള്ളിയിടുന്ന ആൾ ഒരു തമ്പ് കൊടുക്കുന്നു. ഇതാ തള്ളിയിടാൻ സമയമായി എന്ന് പറയുന്നു. തള്ളിയിടുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. ഉന്തിട്ടത് കണ്ട अच्छा हो गई जा ചാടിക്കണേ കേട്ടോ, ചാടിക്കണേ. കയറിലൂടെ തള്ളിയിട്ട് താഴേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം സ്റ്റഡി ആയിട്ട് തന്നെയാണ് ആ യുവതി താഴേക്ക് ഇറങ്ങുന്നത്. ഇനി മക്കാവു ദ്വീപിൻ്റെ അഭിമാനമായ
സ്വർണം നിറമുള്ള ട്രോഫിയുടെ കളറുള്ള കെട്ടിടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതെല്ലാം ഞങ്ങൾ മക്കാവു ടവറിൻ്റെ മുകളിൽ നിന്നാണ് കാണുന്നത്. താഴെ കൂടി തീപ്പെട്ടിയുടെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ. ബസ്സുകളും കാറുകളും എല്ലാം പോകുന്നത് കൗതുകത്തോടെ ഞങ്ങൾ കണ്ടു നിന്നു. മക്കാവു ടവറിന് 151 നിലയുണ്ടെങ്കിലും ഓരോ ഫ്ലോറ് 1 സെക്കൻഡ് എടുത്തിട്ടാണ് ലിഫ്റ്റിലേക്ക് പോകുന്നത്. 151 നിലയുള്ള ഈ ടവർ ലിഫ്റ്റിൽ കയറാൻ 5 മിനിറ്റിൽ താഴെ എടുത്തിട്ടുള്ളൂ എന്നുള്ളത് വളരെയധികം അതിശയിപ്പിച്ചു. സ്കൈ ജമ്പ് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റൊക്കെ പതിച്ചിട്ടുള്ള ചിത്രത്തിൻ്റെ കീഴിൽ വരിയായി ഒന്ന് റെസ്റ്റ് ചെയ്യാനായി ഇരുന്നു. മക്കാവു ടവറിൻ്റെ വിവിധമായിട്ടുള്ള ഫ്ലോറുകളിൽ ഷോപ്പിംഗ് സെൻറ്ററുകളാണ്. നമുക്കിഷ്ടമുള്ള പല സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ സ്കൈ ജമ്പിനും സ്കൈ വാക്കിനും പറ്റിയ എക്യുപ്മെൻറ്റ്സ് ആണ് വിൽക്കുന്നത്. സ്കൈ ജമ്പിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് തൂങ്ങിക്കിടക്കുന്നവരെ കാണാം. അത് ഇട്ടു നോക്കുന്നവരെ കാണാം. സ്കൈ ജമ്പ് അവിടെ ഒരു ലഹരിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. കൂടുതലും വനിതകളാണ് ഈ സാഹസത്തിന് മുതിരുന്നത്. ഈ എക്യുപ്മെൻറ്റ്സ് സ്വന്തമായി വാങ്ങുകയാണോ അതോ വാടകയ്ക്ക് എടുക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എങ്കിലും വാടകയ്ക്ക് എടുക്കുകയാകാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. ശരിയാകണമെന്നില്ല. 151 നിലയിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത രീതിയിൽ ഗ്ലാസ് ഇട്ട് അതിന്മേൽ നടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്ലാസ് ഇട്ട അതിന്മേൽ നടക്കുന്നത് പോലും ഭയാനകമായി തോന്നി. സ്കൈ ജമ്പ് കണ്ടതിന് ശേഷം അവിടെയുള്ള മറ്റു വ്യൂസ് ക്യാമറയിൽ പകർത്തി. ചുവരിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തീർത്ത ചിത്രരചന അവിടുത്തെ പഴയ ടൗണുകളുടേതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ടവറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. വൈദ്യുതാലങ്കാരങ്ങൾ തുടരുകയായി. രാത്രി സമയത്ത് ബിൽഡിങ്ങുകളിലൂടെ വരുന്ന ലൈറ്റുകൾ വളരെ ആകർഷണീയമായി തോന്നി. അങ്ങനെ 10ാമത്തെ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും തുടരും.